രാജലക്ഷ്മി എന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിനെ അച്ഛയില്ലാതാക്കി കളഞ്ഞാണ് ഈ നായിന്റെ മോള്. എനിക്ക് വലിയ കൊച്ചു ജനിച്ചിട്ട് ഇന്ന് വരെ ചത്തുവോ പുഴുത്തത്തും എന്റെ പ്രാക്ക് ഉണ്ടാവും നിങ്ങൾക്കൊക്കെ. എന്റെ കുഞ്ഞു ജനിച്ചിട്ട് എന്റെ അച്ഛനെ ഇത്ര നാൾ കഷ്ടപ്പെട്ട് നോക്കിയേക്കണത് ഇന്ന് വരെ. ഹലോ ഗേൾസ്, ഞാൻ ഈ ട്വിൻസ് ബ്രോസിന്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഇവിടെ പ്രശ്നങ്ങൾ നിങ്ങളെന്ന് അറിയണത് ഈശ്വര. ഞാൻ ഇവിടെ വന്ന് സാധനങ്ങൾ വന്ന് മര്യാദക്ക് വന്ന് എടുക്കാൻ വന്നതാണ്. ഇവിടെ ഒന്ന് സാധനങ്ങൾ അതിനൊക്കെ വന്ന് എടുത്ത് 2-3 പേരായിട്ട് അകത്തോട്ട് കയറിയതാണ്. അകത്തോട്ട് വരപ്പോ അവർ പ്രശ്നം ഉണ്ടാക്കി. ആര് ട്വിൻസ് ബ്രോസ് എന്നുള്ള അവരുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കി ഒരാൾ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കയറി കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി ഒരാൾ കയറുമ്പോൾ ആമ്പിള്ളേരൊന്ന് കയറണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അകത്ത് വരെ പോയി പ്രശ്നം ഉണ്ടാക്കി ആ തള്ളന്റെ വയറ്റിൽ ചവിട്ടി. ആ തള്ള എന്റെ കൊച്ചു ജീവനോടെ പുറത്തു വരില്ല എന്ന് പറഞ്ഞവരാണ്. എന്നിട്ട് എന്റെ വയറ്റിൽ ഇത് കൊച്ചു പുറത്തു വരില്ല എന്ന് പറഞ്ഞ കാര്യം ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ എന്റെ കുഞ്ഞിനെ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ അകത്ത് കയറാൻ പറ്റില്ല, സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, നീ ഇനി പൊയ്ക്കോ, ഇവിടെ നിന്ന് എന്റെ ഒരു സാധനങ്ങൾ തരൂലടി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി എന്റെ വയറ്റിലിട്ട് ചവിട്ടി അവര്. ആ തള്ള പിന്നെ ഇവരുടെ മൂത്ത പോലെ എന്റെ വയറ്റിലിട്ട് ചവിട്ടി, തള്ളിയിട്ട് കാല് വെച്ച് ചവിട്ടി ഉരച്ചി എന്നാ എല്ലാവരുടെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ ആട്ടുന്ന പോലെ തട്ടി കളിക്കരുത് താഴെ ഇട്ടോണ്ട്. ഈ കൊച്ചിനെ നിങ്ങളൊന്ന് കാണും. ഈ കൊച്ചിന് ഇന്ന് വരെ 1 രൂപ പോലും ഇട്ടാരത്. ഈ അടുത്ത് ഓണത്തിന് വേണ്ടി 9,000 രൂപ എനിക്ക് ഇട്ട് വന്നേക്കണ്. ഇന്ന് വരെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ട് 9,000 രൂപ ആകെ ജനുവരി തൊട്ട് സെപ്റ്റംബർ വരെ ഉണ്ടിട്ട് 9,000 രൂപ ഇവൻ ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയണ ഇട്ട് വന്നേക്കണ്. എന്നിട്ട് ഈ നാട് മുഴുവൻ പറയാണ് കൊച്ചിന് എല്ലാവർക്കും കൊച്ചിന് ഇപ്പോഴും ചെലവ് വന്നോണ്ടിരിക്കണെന്ന് പറയണ്, കൊച്ചിന് കുപ്പായം വാങ്ങിച്ചോണ്ടിരിക്കണെന്ന് പറയണ്. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കണേ. മര്യാദക്ക് ഞാൻ എന്റെ സാധനങ്ങൾ വന്ന് ഇവിടെ എടുക്കാൻ വന്നാണ് ദൈവമേ. അവര് സമ്മതിക്കല്ല. എന്റെ അച്ഛൻ അത്ര കഷ്ടപ്പെട്ട മുതലാണ് അവർ ഇവിടെ വന്ന് എടുക്കാൻ വേണ്ടി നിന്നത്. രാജലക്ഷ്മിയുടെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം രാജലക്ഷ്മി എടുക്കാൻ വന്നപ്പോൾ രാജലക്ഷ്മിന്റെ ഹസ്ബൻഡ് ബ്രോ, രാജലക്ഷ്മിന്റെ ഹസ്ബൻഡിന്റെ അമ്മ, ഇവര് 3 കൂടും കൂടിയിട്ട് രാജലക്ഷ്മിനെയും രാജലക്ഷ്മിന്റെ അമ്മനെയും രാജലക്ഷ്മിന്റെ അനിയത്തിനെയും തല്ലിച്ചതച്ചു എന്നാണ് പറയുന്നത്. രാജലക്ഷ്മിയുടെ ഹസ്ബൻഡിനും ബ്രോക്കും വഴിവിട്ട ബന്ധം ഉണ്ട് എന്നും അതിൻ്റെ ചാറ്റ് ഞാൻ കണ്ടതാണ് എന്നും അങ്ങനെയാണ് നമ്മൾ ബന്ധം ഒഴിവായത് എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അവർക്കൊന്ന് സഹകരിച്ചാൽ മതിയായിരുന്നില്ല വലിച്ച. അവരുണ്ടാക്കിയ മുതലാണ്, എന്താ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്. ഓരോരുത്തരും കഷ്ടപ്പെട്ട് വീട്ടിൽ ചോറ് കൊണ്ട് കൊടുക്കണം നമുക്കറിയാം. എനിക്കൊരു കുഞ്ഞിനുണ്ടായിട്ട് പോലും ഇന്ന് വരെ അവന്റെ കാല് പോലും പിടിക്കാതെ ഞാൻ വന്നിരിക്കണേ. എന്റെ ഈ പ്രായത്തിൽ 22 വയസ്സായിട്ടുള്ളൂ. ഈ പ്രായത്തിൽ ആ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത് കണ്ടില്ലേ. ഇന്ന് വരെ ഇവരുടെ കാല് പിടിച്ചിട്ടില്ല. ഇവരുടെ കൊള്ളാത്ത വഴിവട്ട ബന്ധം കൊണ്ടിട്ടാണ് ഞാൻ ഇവരെ ഒഴിവാക്കിയത്. ഞാൻ മാത്രമല്ല ഏട്ടത്തി അതെ, ഞങ്ങൾ 2 പേരും ഒഴിവാക്കിയത് വഴിവട്ട ബന്ധം കൊണ്ടിട്ടാണ്. അത് ഏട്ടത്തി പറയത്തെന്ന് അറിയാവോ? ഏട്ടത്തിക്ക് വേറെ നോക്കാനില്ല, അച്ഛനില്ല, ചേട്ടന്റെ ലൈഫ് നോക്കണം, അമ്മ ഒറ്റക്കൊള്ളു, എല്ലാം കൊണ്ടിട്ടാണ് നോക്കാൻ പറ്റാതെ. ഏട്ടത്തി ഇന്ന് വരെ ഒരു കേസ് പോലും കൊടുക്കാതിരുന്നു. പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദക്ക് പോവായിരുന്നു. എന്റെ അനിയത്തിനടിച്ച് ആ തള്ള എന്റെ വയറ്റിലിട്ട് ചവിട്ടിട്ട് എന്നെ ചിറ്റപ്പം കണ്ടാണ് വീഡിയോ എടുത്തിട്ട് ഫുട്ബോൾ ആട്ടണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തട്ടണായിരുന്നു. ഞാൻ ഒരു പെണ്ണല്ലേ. ഇവിടെ ചിരിച്ചും കളിച്ചും നിൽക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാതെ ട്വീറ്റ് ബ്രോസിലെ പിന്നിലും പിമ്പിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. മര്യാദക്ക് സമാധാനത്തോടെ ഞാൻ വരാന്ന് മര്യാദ സാധനങ്ങൾ എടുത്ത് പോയാനെ. കോടതിന്ന് ഓർഡർ ഇട്ട് സാധനങ്ങൾ ഫർണിച്ചർ എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങോട്ടൊക്കെ എറണാകുളത്തൊക്കെ ഫർണിച്ചർ സാധനങ്ങൾ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ സാധനങ്ങൾ വന്ന് ഈ വീട്ടിൽ വന്നെടുക്കാൻ വന്നതാണ്. ഇവരൊരാൾ പോലും അവന്റെ അകത്ത് കയറ്റാറ്. ഇവരാണ് ആ തള്ളയാണ് ഇവരുടെ അമ്മ. അവരെല്ലാവരും എന്റെ സാധനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഒരു മുഖം മൂടിയിട്ടാണ് നടക്കണത് അഭിനയിച്ച്. എന്റെ ജീവനം കളഞ്ഞു നിൽക്കുകയാണ്, എന്റെ ഏട്ടത്തിന്റെ ജീവനം കളഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ 2 പേരുടെ മാനത്തിന് എന്ത് വില പറയും? എന്നിട്ട് ഞങ്ങൾ കേസ് കൊടുത്തിട്ടും പുറകെ നടക്കുകയാണ്. ഇവിടെ വന്ന് എന്റെ വീട്ടുകാരെ കൊണ്ടുവന്നിട്ട് എന്റെ നാണം കെടുത്തി ഇവിടെ നിർത്തിയൊക്കെയാണ്. ഇവരെന്ത് മുഖം കൊണ്ട് പുറത്തിറങ്ങും? ഇവര് കുറെ ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ റൂം എടുത്ത് പെണ്ണുങ്ങളെ കിട്ടുന്ന പോലെ ഞങ്ങൾ തന്നെ നടക്കാൻ പറ്റുമോ? ഇവർക്ക് കിട്ടുന്നുണ്ടാവും പെണ്ണുങ്ങള്. ഇവരുടെ വൃത്തിയായിട്ട ചാറ്റും വൃത്തിയായിട്ട എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയത്. എന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങൾ എടുത്ത് കേട്ടല്ലോ, നല്ല വൃത്തിക്ക് കേട്ടല്ലോ. രാജലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ വിട്ട ബന്ധം അറിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന്. രാജലക്ഷ്മി മാത്രല്ല, രാജലക്ഷ്മി ഏട്ടത്തേമും ഇറങ്ങി പോയിട്ടുണ്ട്. ഏട്ടത്തേമിയ വെച്ചാൽ രാജലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ ഭാര്യ. രാജലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടപ്പം രാജലക്ഷ്മിന്റെ ഹസ്ബൻഡിനും രാജലക്ഷ്മിന്റെ ഹസ്ബൻഡിന്റെ ഏട്ടനും
നെഗറ്റീവ് വരാൻ തുടങ്ങി. അപ്പം രാജലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ഏട്ടനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്താ പറയണ്ടേ, ഞങ്ങള് എപ്പോ ഒരു വീഡിയോ ഗൂസ് എന്നൊക്കെ ആയിരിക്കും പറയാം. ഇപ്പൊ ഒന്നും പറയാനില്ല. കാരണം ഞങ്ങൾ എല്ലാരും എടുത്തും ഞങ്ങളാണ് തെറ്റുകാര്. കാരണം എന്റെ വൈഫ് ഇന്നലെ രാജലക്ഷ്മി ഒരു ലൈവ് ഇട്ട് ആള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അത്യാവശ്യം ഞങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് കമന്റുകളും നെഗറ്റീവ്സ് ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അമ്മ അവളെ വയറ്റത്ത് ചവിട്ടി കാര്യങ്ങളെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നലെ അവരെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടാണ് ഞങ്ങളെ അമ്മയെ തല്ലി ആൾക്കാരെന്ന രീതിയിൽ ഞങ്ങളെ സ്വന്തം പെറ്റമ്മരെ തല്ലുമാനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് എന്താ കരഞ്ഞാല് നിങ്ങൾ പറയും ഞങ്ങളെ സെന്റിമെന്റ്സിന് വേണ്ടിയിട്ടാണ്, ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ചിരിച്ചുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. സീരിയസ് ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയാം. കാരണം ഞങ്ങൾ അമ്മനെ തച്ചിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് അവര് പറഞ്ഞത് ഞങ്ങൾ അവരെ ഉപദ്രവിച്ചു, കാര്യങ്ങളാക്കി, തച്ചു ആക്കി നോക്കാം. പക്ഷെ അതിന്റെ കൃത്യമായുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി. അതിൽ കൂടുതലൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞ കരയും. രാജലക്ഷ്മിന്റെ വീട്ടുകാർ തന്റെ അമ്മയെ തല്ലുന്നത് കണ്ട് നോക്കി നിൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം വീട്ടിൽ വെച്ച് തല്ലുണ്ടാക്കുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതൊന്ന് കണ്ടോക്ക്. നീയേ എന്റെ മോക്കട സാധനങ്ങളെല്ലാം നീ തിന്നോ. നീ തിന്നല്ല കുറെ എന്റെ മോക്കളെ ഒമ്പത് കൊണ്ട് നീ തിന്നോ. പിന്നെ ഈ എല്ലാം മര്യാദ കൊച്ചു കുഞ്ഞിനില്ലാത്ത ഇത് ഈ തള്ളൊക്കെ എന്തിനാണ് അതറിയോ? ഉത്തരം പറയുന്ന കൊണ്ടുപോവാണ്, എല്ലാം കൊണ്ടുപോകണം. അങ്ങനത്തെ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾക്ക് അനുവദിക്കില്ല. ആകെ അടിപിടി കച്ചറ, വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി ചെയ്യ്, അതാ ചെയ്യണ്ടേ.